ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു നെക്ക് പാറ്റേൺ ആണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇന്ന് ഞാൻ വി നെക്കും പ്ലസ് അതായത് വി നെക്കിന് പറ്റിയ ഒരു പീറ്റർ പാൻ കോളറാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെക്കിൻ്റെ നെക്ക് വിടുത്ത് എങ്ങനെ കാണാമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. നമ്മൾ ജസ്റ്റ് റൗണ്ടിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മളെ നെക്ക് വിടുത്ത് കിട്ടും. അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 2.5 മാർക്ക് ചെയ്യുന്നത്. 2.1 എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് സീം അലവൻസ് കൂടുതൽ ഇടേണ്ടത് കാരണം നമ്മൾ കുറച്ച് ഇങ്ങോട്ട് 1/4 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. എങ്കിലാണ് 2.1 എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് എത്രയാണ് അടിച്ചു പോകാനുള്ള സീം അലവൻസ് അത്രയും നമ്മളിവിടെ മാർക്ക് ചെയ്തിടണം. എന്നിട്ട് ഞാൻ 1/2 ഇഞ്ച് ഇവിടെ സീം അലവൻസ്, അതായത് ഷോൾഡർ അടിക്കാനുള്ള 1/2 ഇഞ്ച് ഞാൻ വിടുന്നുണ്ട്. ഇനി എത്രയാണ് നമ്മളെ നെക്ക് ലെങ്ത് വേണ്ടത്, അതായത് നമ്മളെ ഡീപ്പ് എത്രയാണെന്നുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുക. 6.1 ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സീം അലവൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്ക് എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. കറക്റ്റ് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യരുത്, കാരണം 1/4 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. കാരണം നമ്മളിവിടെ സീം അലവൻസ് ആയിട്ട് വിടണം എന്ന് പറഞ്ഞില്ലേ, ഈ 1/4 ഇഞ്ച് ആ സെയിം സംഭവം ഇവിടെയും വേണം. അപ്പോൾ അതിനേക്കാളും നമ്മൾ നെക്ക് ലെങ്ത്തിനേക്കാളും ഒരു 1/4 ഇഞ്ച് മേലോട്ട് കയറ്റിയിട്ട് മാർക്ക് ചെയ്യാം. അതായത് ഈ സീം അലവൻസിൽ നിന്ന് വേണം നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട്. ഇത് അടിച്ച് വരുമ്പോൾ 7 ഇഞ്ചെങ്കിലും വരും. ഓക്കെ, ഇനി അവിടെ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഞാൻ ഈ സീം അലവൻസ് നമ്മൾ ഇവിടെ വിട്ടിട്ടുണ്ട് അല്ലേ, അവിടെ നിന്ന് ഞാൻ കറക്റ്റ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. ഇത് ഞാൻ ലൈനിങ് ചേർത്ത് വെച്ചിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഞാൻ ലൈനിങ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ഇത് ഫസ്റ്റ് അടിച്ചിട്ട് വേണം നമ്മൾ കോളർ വെക്കാനായിട്ട്. അതായത് ഈ ലൈനിങ്ങും ഇതും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവില്ലേ, അപ്പോൾ ഈ ലൈനിങ്ങും മെയിൻ പീസും നമ്മളൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഫസ്റ്റ്. ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് കോളറിനെ കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്ക് മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. കാരണം ബാക്ക് നെക്ക് നമുക്ക് റൗണ്ടോ ഏത് മോഡൽ വേണമെങ്കിലും അടിക്കാം. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ കറക്റ്റ് നമ്മുടെ സീം അലവൻസ് വിടുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിനനുസരിച്ച് വേണം ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ബാക്ക് നെക്ക് നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും വിടുത്ത് എത്ര ഉണ്ടോ, ഈ വിടുത്ത് ഉണ്ടല്ലോ, അതായത് ഇവിടെ വരെയുള്ള വിടുത്ത് അത്ര വേണം നമ്മൾ കറക്റ്റായിട്ട് ക്യാൻവാസിലേക്ക് കട്ട് ചെയ്യാൻ. ഇത് നമുക്ക് സീം അലവൻസിന് വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളതാണ്. ഈ സീം അലവൻസിൻ്റെ ആവശ്യം നമ്മൾ ക്യാൻവാസ് വെച്ച് അടിക്കുമ്പോൾ ആവശ്യമില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാൻവാസിൽ വെട്ടുമ്പോൾ ഈ വിടുത്ത് എത്ര ഉണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ക്യാൻവാസിലേക്ക് മാർക്ക് ചെയ്യാൻ ബാക്ക് നെക്ക്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഈ ലൈനിങ്ങിലാണ് ഇപ്പോൾ അത് കാണിച്ചു തരുന്നത്. കാരണം ഈ ഒരു പീസിലേക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ലല്ലോ കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ നെക്ക് വെട്ടിയ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വെച്ചിട്ടാണ് ഞാനിപ്പോൾ അതിൽ മാർക്ക് ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് നമ്മൾ പിൻ ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. സീം അലവൻസ് എല്ലാം ഉള്ള ഒരു പീസാണ്, അതുകൊണ്ട് തന്നെ ഇനി സീം അലവൻസ് വിടേണ്ടതില്ല. ഈ എങ്ങനെയാണ് നമ്മൾ വരച്ചത് അതേപോലെ തന്നെ വെട്ടിയെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗമാണ്. ഇതിപ്പോൾ 2 പീസാണ് ഉള്ളതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇവിടെ സീം അലവൻസ്, അതായത് അടിക്കാനുള്ളൊരു പോയിന്റ് നമ്മൾ വിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു കുറച്ച് വീതിയിൽ തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ മടക്കി അടിക്കണമല്ലോ സീം അലവൻസ്, അതിന് വേണ്ടിയിട്ട്. നെക്കിന്, അതായത് നമ്മളിത് കോളർ വെച്ചതിന് ശേഷം അടിച്ച് മറിക്കാനുള്ള ഫിനിഷ് ചെയ്യാനുള്ള പീസാണ് ഇത്. ഇനി നമ്മൾക്കിവിടെ കോളർ എങ്ങനെയാണ് വെക്കാന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു 1/2 ഇഞ്ച് ആദ്യം വിടുന്നുണ്ട് കേട്ടോ. ഈ 1/2 ഇഞ്ച് ഞാൻ വിട്ടെടുത്ത് ഒരു ലൈൻ വരച്ചിടാം. അതായത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഞാൻ. ഇനി നമുക്ക് ഈ നമ്മളുടെ നെക്ക് പോർഷൻ നമ്മൾ വെട്ടിയെടുത്തിട്ടില്ലേ ബോഡി പാർട്ടിൽ നിന്ന്, ആ ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിടാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളുടെ ഈ സീം അലവൻസ് നമ്മൾ ഇടാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്നൊന്ന് കറക്റ്റായിട്ട് ഒന്ന് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങോട്ടൊന്ന് നീട്ടി വരച്ചു. ഈ ഒരു പോയിന്റ് നമ്മൾ കറക്റ്റ് നമ്മളുടെ
ബോഡിയിൽ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ വെട്ടിയെടുത്തു അല്ലേ, ഈ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഇവിടം വരെയാണ് നമ്മുടെ എൻഡ് പോർഷൻ വരുന്നത്. ഇവിടെ നിന്ന് ഞാനൊന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് നീട്ടി വരച്ചു. കാരണം എന്താണ്, ഇനി ഈ ഭാഗത്ത് നിന്ന് വേണം നമ്മൾ ഇതിന്റെ സീം അലവൻസ് കൊടുക്കാനായിട്ട്. ഈ ഒരു ഷേപ്പിന്റെ, അതായത് കോളറിന്റെ തയ്യൽ തുമ്പ് കൊടുക്കാനായിട്ട് ഇവിടെ നിന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇവിടെ എത്ര, 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഒരു പോയിന്റോ, നമ്മൾ അത് അടിച്ച് വരുമ്പോൾ കറക്റ്റ് കോളറിന്റെ അത് നമ്മൾ നെക്കിലേക്ക് അറ്റാച്ച് ആയിട്ട് ഇരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ഇനി പോയിന്റ് മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ഞാനൊരു 2.25 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തം നമ്മൾ ഈ വി ഷേപ്പ് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് 2.25 ഇഞ്ച്. ഇതിന്റെ തയ്യൽ തുമ്പ് അടക്കമാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് മാർക്ക് ചെയ്യാനുള്ളത്, നമ്മളുടെ ഈ ഒരു പി പോയിന്റ് നമ്മൾ ബോഡിയിൽ നിന്ന് വെട്ടിയെടുത്തിട്ടില്ലേ, ആ ഭാഗം ഒന്ന് വെക്കുക. ബോഡി പാർട്ട് വെച്ചിട്ട് ഈ വി ഷേപ്പ് കറക്റ്റ് ഇവിടെ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് കണ്ടോ, ഇവിടെ നമ്മളൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാവില്ലേ, ആ സ്ലോപ്പ് കൂടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കണം. അത് ഈ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്, അത് മറക്കരുത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഞാനൊന്ന് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കോളറിനുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നുള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ 2 എണ്ണം വെട്ടിയെടുക്കണം. 2.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ചെടുക്കുകയാണ്. ഇങ്ങനെ കണ്ടല്ലോ. ഇതിനി വെട്ടിയെടുക്കാം. കണ്ടോ, ഇതാണിപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള കോളർ. അതായത് നമ്മൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഇവിടെ ഷേപ്പ് ചെയ്ത് തിരിച്ചിടുന്ന ഒരു പാറ്റേൺ ആണിത്. അപ്പൊ ഇതേപോലെയാണ് 2 കോളർ വരുമ്പോൾ വരിക. കണ്ടോ, 2 ഭാഗത്തേക്കുള്ള കോളർ വരുമ്പോൾ ഇതേപോലെയാണ് വരിക കേട്ടോ. അപ്പൊ ഞാനിത് മെയിൻ പീസിൽ വെട്ടിയെടുക്കട്ടെ. മെയിൻ പീസ് വെച്ചിട്ടാണ് അടിക്കുന്നത്, കാരണം ഇത് ഹക്കോബ മെറ്റീരിയൽ ആണ് ഇത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇത് വളരെ നൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കട്ടി തോന്നാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതും കൂടി വെച്ചിട്ടാണ് അടിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെട്ടുമ്പോഴാണ് നമുക്ക് 4 ഫോൾഡായിട്ട് വെട്ടുമ്പോഴാണ് 2 കോളറിനുള്ളതായിട്ട് കിട്ടുക. ഇതൊന്ന് പിൻ ചെയ്തിട്ട് തന്നെ വെട്ടിയെടുക്കുക. ആദ്യം ബോഡി പാർട്ടിലെ വി പോർഷൻ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ലൈനിങ്ങും മെയിൻ പീസും ഒരുമിച്ച് വെച്ചിട്ട് തന്നെ അടിച്ചെടുക്കുക. അതിനുശേഷം 2 കോളേഴ്സ് എങ്ങനെയാണ് വെക്കുകയെന്നൊന്ന് നോക്കാം. 2 മെയിൻ പീസ് ഇങ്ങനെ വെച്ചു. അതിനടിയിലായിട്ട് ലൈനിങ് തുണി വെച്ചു. അതായത് ഇങ്ങനെ വെക്കണം കേട്ടോ. നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെക്കുക. ഇതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് ലൈനിങ് തുണീനെ താഴെ വയ്ക്കുക. അതായത് മേലത്തെ പോർഷൻ നമ്മൾ താഴേക്ക് മറിച്ചെടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ വരുള്ളൂ. കണ്ടോ, ഇത് മെയിൻ പീസായിട്ട് നമുക്ക് മുകളിലേക്ക് വരുള്ളൂ. ഫസ്റ്റ് ഇവിടെ അടിക്കരുത്, ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു പോവുക കേട്ടോ. താഴെ നിന്ന് ഇങ്ങോട്ട് അടിച്ചു പോവുക. ഇനി ഇവിടെ കോർണറിലായിട്ട് കണ്ടോ, ഇവിടെ അധികം കട്ടി വേണ്ട. ഇതിനി തിരിച്ചെടുക്കുക. കണ്ടല്ലോ, ഇത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ഇതും അതുപോലെ തന്നെ അടിച്ചെടുക്കണം. ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലൈനിങ്ങും മെയിൻ പീസും കറക്റ്റായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് എക്സസ് വരുന്ന ഫാബ്രിക്കിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ പീസ് വെച്ചൊന്ന് നോക്കുക. ഇത് കറക്റ്റ് അല്ലേ വരുന്നതെന്ന് നോക്കിയ. ഇനി നമുക്ക് ഇവിടെ നിന്നൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് 1/4 ഇഞ്ച് കേട്ടോ. കണ്ടോ, അതൊക്കെ കറക്റ്റ് 2 ഇഞ്ചേ ഉള്ളൂ. ഇവിടെയോ
2.25 0.1 എന്നുള്ള ഒരു കണക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കൊടുക്കാം, 2 ഇഞ്ച് ആക്കാം നമുക്ക്. അതായത് ഇങ്ങനെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഇവിടെ നിന്നൊന്ന് കുറച്ച് കൊടുക്കുക, ഇങ്ങോട്ട് നീക്കിയിട്ട് ഒന്ന് വെട്ടി കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ബി പോർഷനിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും വീതി വേണ്ടെങ്കിൽ ഇവിടെയും കുറച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ് ഈ 2.25 ഇഞ്ച് വേണോ വേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. ഈ ഒരു എഡ്ജ് രണ്ടൊന്നും ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു കോളർ എങ്ങനെ വെക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഒന്ന് മാർക്ക് ചെയ്തിടുക. അതായത് നമ്മുടെ തയ്യൽ തുമ്പ് എത്ര വരുന്നുണ്ടോ അവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്തിടുക. നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് അടിക്കില്ലേ, അത് എത്ര വരെ നമ്മൾ അടിക്കുന്നുണ്ടോ അത്രയും ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് വി പോകേണ്ടത് അല്ലേ, ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിവിടെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാം. അവിടെ ആയിരിക്കണം നമ്മളെ ഈ പോർഷൻ വരേണ്ടത്, കാരണം ഇതിങ്ങനെ കയറി നിൽക്കണം. ഈ ബി എന്നുള്ള പോർഷൻ താഴേക്കായിട്ട് നമുക്ക് കിട്ടണം. കണ്ടോ, ഇങ്ങനെയായിട്ട് വേണം വെക്കാനായിട്ട്. ഇതിവിടെ കറക്റ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. ഇത് മേലെ വയ്ക്കുക. ജസ്റ്റ് ഇവിടെ നിന്ന് ആദ്യം അടിച്ചെടുക്കാം. താഴത്തെ കോളറിൽ ആ വി ഷേപ്പ് കറക്റ്റ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ ഈ 3 പീസും കൂടിയിട്ട് വേണം പിടിച്ച് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ആ സ്റ്റിച്ചിൽ കൊള്ളാതെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിവിടെ മേലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ നെക്ക് കോളറൊക്കെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തു. ഇനി ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഇനി കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ എക്സസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊന്ന് ആദ്യം ഒന്ന് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്യാം. കണ്ടല്ലോ, ഇങ്ങനെയാണ് കോളർ വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു പോർഷനിൽ നമുക്ക് ബാക്ക് പോർഷൻ അടിച്ചതിന് ശേഷം ബാക്ക് നെക്ക് അടിച്ചതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.